ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ സമയത്താണെന്ന് ഞാൻ പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്ക്, 12 മണിക്ക്, ദെൻ 3 മണിക്ക്, രാത്രി 8 മണിക്ക്, പിന്നെ 10:30. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അതിൽ 6 മണിയുടെയും 9 മണിയുടെയും 12 മണിയുടെയും ക്ലാസ്സുകൾ എന്ന് പറയുന്നത് SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സും ടോപ്പിക് വൈസ് ക്ലാസ്സൊക്കെയാണ്. ദെൻ 3 മണിക്ക് വരുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ ക്ലാസ് ആണ്. അത് ഒരാഴ്ചയിൽ തന്നെ 3ഉം കൂടെ കവറാകുന്ന രീതിയിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിച്ച GK പോർഷൻസ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി 10:30 നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ കലാകായികം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗവും. ഇത് രണ്ടും ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കൂടാതെ ഇപ്പം നമ്മൾ ഡെയിലി കാലത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വൈകുന്നേരം PYQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളത് ശനിയാഴ്ചയാക്കി മാറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലീവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് സ്കെഡ്യൂൾ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നും ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഇനി അങ്ങോട്ട് എന്താണ് കൃത്യമായിട്ട് എക്സാം ഉണ്ടായിരിക്കും. ഞായറാഴ്ച രാത്രി 8 മണിയായിരുന്നു. അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയുവാണ്. ഇനി അങ്ങോട്ട് ഞായറാഴ്ച കംപ്ലീറ്റ് ലീവ് ആയിരിക്കും. ശനിയാഴ്ച രാത്രി 8 മണിക്കാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. ഒരാഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ദിവസം 6 ക്ലാസ്സുകളൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മുതൽ എക്കണോമിക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ SCRT വെച്ചിട്ടാണ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ SCRT പാഠഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഉണ്ട്. അത് സിവിക്സിൻ്റെ ഭാഗമായിട്ടും വരുന്നൊരു ചാപ്റ്ററാണ്. എന്നാൽ നമുക്ക് എക്കണോമിക്സിൽ ആ പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ. എങ്കിലാണ് അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, കുറേ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിവിക്സിൻ്റെയും എക്കണോമിക്സിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഉൽപാദന പ്രക്രിയയിലൂടെ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം. ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. എക്കണോമിക്സിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ വ്യക്തമായിട്ട് ഇരുന്ന് ക്ലാസ് കേൾക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഇതല്ലാതെ നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് സെപ്പറേറ്റ് ചെയ്യും, ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. SCRT വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട് ബുക്കും പെന്നും റെഡിയാക്കി വെച്ചിട്ട് ക്ലാസ് കേൾക്കുക. ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക. ആദ്യം തന്നെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്? നമ്മുടെ പൂർവികർ അല്ലെ, കായികനികൾ ഭക്ഷിക്കുന്നതും അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു സാധനങ്ങൾ, സേവനങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ സാധനങ്ങൾ എന്താണ്, സേവനങ്ങൾ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷമാണ് അത് പഠിക്കേണ്ടിയിരുന്നത്. ഓക്കെ, ഓർഡർ മാറിപ്പോയി, എങ്കിലും കുഴപ്പമില്ല. നോക്കുക. അപ്പോൾ നോക്കുക, നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര് എഴുതി നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പേന, പുസ്തകം, നമ്മളെല്ലാം ഉപയോഗിക്കുന്ന എല്ലാം എന്താണ്? സാധനം തന്നെയാണ്. ഇനി ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ധാരാളം ആളുകളുടെ സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനം നമ്മളിലോട്ട് എത്തണമെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു. ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നും നമ്മുടെ ഉപഭോക്താക്കളുടെ കയ്യിൽ എത്തണമെങ്കിൽ ധാരാളം ആളുകളുടെ സേവനം നമുക്ക് വേണം അല്ലേ. അപ്പോൾ എന്താണ് സേവനം എന്നുള്ളതാണ് പറയുന്നത്. സാധനം എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് സേവനം എന്ന് പറയുന്നത് നോക്കാം. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം അച്ചടിച്ചതിന് അകലെയുള്ള ഏതെങ്കിലും ഒരു പ്രസ്സിലായിരിക്കും. അത് നിങ്ങളുടെ കൈവശം എത്തിയത് പല ആളുകളുടെയും പ്രവർത്തന ഫലമാണ് അല്ലേ.
അപ്പോൾ ഇവിടെ എന്തെല്ലാം വരും? തൊഴിലാളികൾ വരും, ഗതാഗത സൗകര്യം ഒരുക്കുന്നവർ വരും, പുസ്തക വിതരണക്കാർ വരും. അപ്പോൾ ഇവരെല്ലാം നൽകുന്നത് എന്താണ്? സേവനങ്ങളാണ് അല്ലേ? അപ്പോൾ സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല, മറിച്ച് അനുഭവിച്ചറിയാം. അധ്യാപനം ഒരു സേവനമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയവരിൽ നിന്നും നമുക്ക് ജീവിതത്തിൽ സേവനങ്ങൾ ലഭിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സേവനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ സ്പർശിക്കുവാനോ കഴിയില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് സേവനം എന്ന് പറയുന്നത്. അധ്യാപനം എന്ന് പറയുന്നത് എന്താണ്? ഒരു സേവനമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയവരിൽ നിന്നും നമുക്ക് ജീവിതത്തിൽ സേവനങ്ങൾ ലഭിക്കാറുണ്ട്. നാം ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും പട്ടികപ്പെടുത്തിയാൽ ധാരാളം ഉണ്ടാകും. ഇത്രയും സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഇത് 6ാം ക്ലാസ്സിലെയാണ്, അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഉൽപാദനം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നോക്കുക. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഉൽപാദനം അല്ലെ? നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുക, അതിനെയാണ് എന്തെന്ന് പറയാ? ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദന ഫലമായി ലഭിക്കുന്നതാണ് എന്ത്? ഉൽപ്പന്നം അല്ലെ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നെല്ല് എന്ന ഉൽപ്പന്നം രൂപപ്പെടുന്ന വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ ചിത്രം. അപ്പൊ നെല്ല് എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, കളപറിക്കൽ, വളം വിതറൽ എന്ന് പറഞ്ഞ് കുറെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? കൊയ്ത്ത്, കറ്റമെതിക്കൽ, നെല്ല് ശേഖരിക്കൽ. ഇവിടെ നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ ഏതെല്ലാം ഘടകങ്ങളുടെ പങ്കാളിത്തമുണ്ട്? ഏതെല്ലാം ഘടകങ്ങളുണ്ട്? തൊഴിലാളികളുണ്ട്, പ്രകൃതി വിഭവങ്ങൾ അതായത് ഭൂമി, ജലം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, മനുഷ്യനിർമ്മിത വസ്തുക്കളുണ്ട് അതായത് വളം, വിത്ത്, യന്ത്രങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത വസ്തുക്കളുണ്ട്. അപ്പോൾ നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി മാത്രമേ ഉൽപാദനം നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായി അല്ലെ? ഈ പറയുന്ന തൊഴിലാളികളും പ്രകൃതി വിഭവങ്ങളും മനുഷ്യനിർമ്മിത വസ്തുക്കളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഉൽപാദനം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉൽപാദന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചെരുപ്പ് എന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നതിൽ ഏതെല്ലാം ഘടകങ്ങളുടെ സഹായമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. 1 കെട്ടിടങ്ങൾ, 2 യന്ത്രങ്ങൾ, 3 തൊഴിലാളികൾ, 4 വൈദ്യുതി, 5 സംഘാടകൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഇവ എങ്ങനെയാണ് ചെരുപ്പ് എന്ന ഉൽപ്പന്നം ഉണ്ടാക്കുവാൻ സഹായിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ 4ആയിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദന ഘടകങ്ങളെ, ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവായിട്ട് നമുക്ക് 4ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഓക്കെ, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിങ്ങനെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. എന്തിനെ? ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ. അതിൽ ആദ്യത്തേത്, ഓരോന്നിൻ്റെ സവിശേഷതയാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂമി. ഭൂമി എന്ന് പറയുമ്പോൾ എന്താണ്? ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. ഭൗമോപരിതലത്തിലും ഭൗമാന്തരീക്ഷത്തിലും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും എന്തിൽ വരും? ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൽ വരുന്നതാണ്. അതിൽ ഭൗമോപരിതലത്തിലെയും ഭൗമ അന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും എന്തിലാണ്? ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമി എന്നതിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ എന്തൊക്കെ പ്രകൃതി വിഭവങ്ങളാണ് ഉൾപ്പെടുന്നത്? മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, ഇതെല്ലാം എന്താണ്? ഭൂമിയിൽ വരുന്ന പ്രകൃതി വിഭവങ്ങളാണ്. ഓക്കെ, ഇനി നോക്കുക, ഉൽപാദന ഘടകത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അതുപോലെ ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും എന്ത് ലഭിക്കുന്നുണ്ട്? പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? പാട്ടമാണ് അല്ലേ? നമ്മൾ ഭൂമിക്ക് പാട്ടമാണ് കൊടുക്കുന്നത്. അപ്പോൾ പാട്ടം എന്ന് പറയുന്നതാണ് ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഭൂമി എന്ന് പറയുന്ന ഉൽപാദന ഘടകത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഈ SCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. തൊഴിൽ എന്ന് പറയുമ്പോൾ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? തൊഴിൽ എന്ന് പറയുന്നത്. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തിനൊക്കെയാണ് അവരുടെ അധ്വാന ശേഷി ഉപയോഗിക്കുന്നത്? കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്, ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന്, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്, ഉൽപ്പന്ന വിതരണത്തിന്. അപ്പോൾ ഇതിനെല്ലാം അവരുടെ അധ്വാന ശേഷിയാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അധ്വാനശേഷി ഉപയോഗിക്കുന്നത് കാണാം അല്ലേ? കായികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അധ്വാനശേഷി ഉപയോഗിക്കുന്നത് കാണാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തൊഴിൽ എന്ന് പറയുന്നത്? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് തൊഴിലാവുകയുള്ളൂ അല്ലേ? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കൂലി കിട്ടിയെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ എന്തെന്ന് പറയാൻ പറ്റൂ? തൊഴിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അത് തൊഴിലായി പരിഗണിക്കാറില്ല അല്ലെ? വീട്ടിലുള്ള ജോലികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് എന്താണ്, ആരും പ്രതിഫലം ഒന്നും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു തൊഴിലായിട്ട് പരിഗണിക്കാറില്ല. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഓക്കെ, തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ഉദാഹരണമായിട്ട് എന്താണ്, ചിലപ്പോൾ തെങ്ങ് കയറ്റത്തിന് പോണവർക്ക് തേങ്ങ കൊടുക്കും അല്ലെ? പൈസ കൊടുക്കുന്നതിന് പകരം പ്രതിഫലമായിട്ട് തേങ്ങ നൽകാറുണ്ട്. അപ്പം അങ്ങനെ സാധനങ്ങളുടെ രൂപത്തിലും പ്രതിഫലം കൊടുക്കാറുണ്ട്. ഏതൊരു തൊഴിലിനും മനുഷ്യർ ഉപയോഗിക്കുന്നത് അവൻ്റെ അധ്വാന ശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാന ശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും അല്ലെ? ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ പ്രായം കൂടുകയാണ്, നമ്മുടെ അധ്വാന ശേഷി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാന ശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാന ശേഷി പിറ്റേ ദിവസത്തേക്കായി മാറ്റിവെക്കാനോ കരുതി വെക്കുവാനോ പാടില്ല. അതുപോലെ തൊഴിലാളികളുടെ അധ്വാന ശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ തൊഴിൽ എന്ന് പറയുന്ന ഉൽപാദന ഘടകം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഓക്കെ, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം എന്ന് പറയുന്നത് അല്ലെ? ഒരു ഉൽപ്പന്നം, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അതിൻ്റെ ഉൽപ്പന്നത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും എല്ലാം എന്ത് വേണം? മൂലധനം വേണം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം വേണം അല്ലെ? പൈസ വേണ്ടേ ഇതിനെല്ലാം? അതായത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറികൾ സ്ഥാപിക്കണം, യന്ത്രങ്ങൾ വാങ്ങണം, തൊഴിലാളികൾക്ക് കൂലി നൽകണം, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങണം. ഇതിനെല്ലാം എന്താവശ്യമാണ്? മൂലധനം ആവശ്യമാണ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഓക്കെ, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളെ മൂലധനം എന്ന് പറയുന്നു. അപ്പോൾ ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ മൂലധനത്തിൽ വരുന്ന എന്താണ്? ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? മൂലധനത്തിൽ വരുന്നതാണ്. ഓക്കെ,
ഇനി അടുത്തത് വിജ്ഞാന മൂലധനം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. നോളേജ് ക്യാപിറ്റൽ എന്താണ്? നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവരസാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കുവാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി മൂലധനം എന്ന് പറഞ്ഞു, യന്ത്രവും വാഹനവും ഇതെല്ലാം മൂലധനമാണെന്ന് പറഞ്ഞു. മൂലധനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. ഓക്കെ, മൂലധനം എന്ന് പറയുന്നത് മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നുണ്ട്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അല്ലെ, എന്താണ്, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് മൂലധനം സഹായിക്കുന്നുണ്ട്. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപ്പന്ന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. ഓക്കെ, ഭൂമിക്കുള്ള പ്രതിഫലം പാട്ടമാണെന്ന് പറഞ്ഞു. തൊഴിലാളിക്കുള്ള പ്രതിഫലം അവർക്ക് കൂലിയാണെന്ന് പറഞ്ഞു. തൊഴിലാളിക്കുള്ള പ്രതിഫലം കൂലിയാണെന്ന് പറഞ്ഞു. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. ഓക്കെ, മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. അടുത്തത് സംഘാടനം അഥവാ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഉൽപാദന ഘടകമാണ്. ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇതിനെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തി ആരാണ്? സംഘാടകൻ അഥവാ സംരംഭകൻ എന്നറിയപ്പെടുന്നു. സംഘാടനം നടത്തുന്ന വ്യക്തി അറിയപ്പെടുന്ന പേരാണ് സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ. ഇവിടെ നോക്കുക, ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ യോജിപ്പിക്കുന്നതിനാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം നടന്നു കഴിഞ്ഞാൽ ഉൽപാദനം, അത് കഴിഞ്ഞ് ഉൽപ്പന്നം ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയാണ് ഉൽപ്പന്നം ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു രീതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്നത് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് ആർക്കുള്ളത്? സംഘാടകന് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? ലാഭമാണ്. ഓക്കെ, സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? ലാഭമാണ്. പഠിച്ചു വെക്കുക കേട്ടോ. ഭൂമിക്കുള്ള പ്രതിഫലം പാട്ടം, തൊഴിലാളിക്കുള്ള പ്രതിഫലം കൂലി, മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശ, സംഘാടനത്തിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ലാഭമാണ് എന്നുള്ളത് നോക്കി വെക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് സംഘാടകന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. അല്ലെ, ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യം പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന പ്രക്രിയയുമാണ്. ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നു എന്നുള്ളത് നോക്കാം. അതായത് ഈ ഉൽപാദനം എന്ന് പറയുന്നത് നിരന്തരമായി നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗതി സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. മനുഷ്യൻ ആവശ്യ പൂർത്തീകരണത്തിനാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യം ഉണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ, ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉൽപാദന യൂണിറ്റ് ആണ് എന്താ? ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. സാധനങ്ങളും സേവനങ്ങളും ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം അത് ഗാർഹിക യൂണിറ്റിലോട്ട് എത്തുന്നു. ദെൻ അവിടെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുള്ള വില ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഓക്കെ, അതൊന്ന് നോക്കുക. ഇനി ഇവിടെ ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ വിശകലനം ചെയ്താൽ ആ ചിത്രം നോക്കി നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ പറ്റുന്നത്? ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഉൽപാദന യൂണിറ്റുകൾക്ക് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ കൊടുക്കുന്നത് ആരാണ്? പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഗാർഹിക യൂണിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു അല്ലെ. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ്
നമുക്കറിയാം പാട്ടം, കൂലി, പലിശ, ലാഭം. ഇത് ഉൽപാദന യൂണിറ്റ് ആണ് ആർക്ക് കൊടുക്കുന്നത്? ഗാർഹിക യൂണിറ്റിന് നൽകുന്നത്. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് എന്ത് ചെയ്യുന്നു? വില പണമായി നൽകുന്നു, അല്ലെ? ഉൽപാദന യൂണിറ്റ് സാധനങ്ങളും സേവനങ്ങളും നൽകുമ്പോൾ അതിനുള്ള എന്താണ് പ്രതിഫലമായിട്ട് ഗാർഹിക യൂണിറ്റ് എന്ത് നൽകുന്നു? വില പണമായിട്ട് നൽകുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാലാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ പഠിക്കാനായിട്ടുണ്ട്. വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്ന ഒരു ചാപ്റ്ററാണ്. അതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 12ാമത്തെ ചാപ്റ്ററാണ്. അതിലാണ് നമ്മുടെ വാട്ടർഷെഡ് മാനേജ്മെന്റ് ഒക്കെ വരുന്നത്. ഭൂമിയിലെ ജലം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മാർച്ച് 22 ലോക ജലദിനം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം പഠിച്ചു വെക്കാം. ലോക ജലദിനം എന്നാണ് മാർച്ച് 22-നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ആദ്യം ഒരു പോസ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. ജീവജലം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, സൗരയൂഥത്തിലെ ജീവഗ്രഹമാണ് ഭൂമി. സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയാണ്. ജീവൻ ആദ്യമുണ്ടായത് ജലത്തിലാണ് എന്ന് കരുതപ്പെടുന്നു. ജലം ഏതെല്ലാം അവസ്ഥകളിൽ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ പഠിച്ചിട്ടില്ല, അത് നമുക്ക് പഠിക്കാം. ഇനി ഭൂമിക്ക് ജലഗ്രഹം എന്നും പേരുണ്ട്. അപ്പൊ ജലഗ്രഹം എന്നറിയപ്പെടുന്ന എന്താണ്? ഭൂമിയാണ്. സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഭൂമി തന്നെയാണ്. ഭൂമിയുടെ വിസ്തൃതിയുടെ 1/4 പങ്കും ജലമായതിനാലാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം നമുക്കിവിടെ വാട്ടർഷെഡ് മാനേജ്മെന്റ് മാത്രമല്ല, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ വരുന്നതിൽ വാട്ടർ പൊല്യൂഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് ഡിഗ്രി ലെവൽ മെയിൻസുകാർക്ക്. അപ്പോൾ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതുപോലെ തന്നെ വാട്ടർഷെഡ് മാനേജ്മെന്റ് വരുന്നതും ഇവിടെയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. ഭൂമിയുടെ വിസ്തൃതിയുടെ 1/4 പങ്കും ജലമായതിനാലാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്, അല്ലെ? ജലഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉപരിതലത്തിന്റെ ഏതാണ്ട് 71% ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമാണ്. ഓക്കെ, അപ്പോൾ ഉപരിതലത്തിന്റെ, ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏതാണ്ട് 71% എന്ത് തന്നെയാണ്? 71% ജലമാണ്. അതുകൊണ്ട് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഒരു നീലഗോളമാണ്. ചിത്രത്തിൽ നീല നിറത്തിൽ കാണുന്നത് സമുദ്രങ്ങളാണ്. ഓക്കെ, നീല നിറത്തിൽ കാണുന്നത് എന്താണ്? സമുദ്രങ്ങളാണ്. അപ്പോൾ സൗരയൂഥത്തിലെ ജീവഗ്രഹം ഭൂമി, ഭൂമിക്ക് ജലഗ്രഹം എന്നൊരു പേര് കൂടി ഉണ്ടെന്നുള്ളത് ഓർക്കുക. 71% ഉപരിതലത്തിലെ 71% ജലമായതുകൊണ്ടാണ് നമുക്ക് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നോക്കുക. ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ജലം തണുത്തുറയുമ്പോൾ എന്ത് കുറയുന്നു? സാന്ദ്രത കുറയുന്നു. അതുകൊണ്ടാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞുമൂടിയ ജലാശയങ്ങളിൽ മഞ്ഞുപാളികൾക്കിടയിലെ ജലം കാണപ്പെടുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ശൈത്യമേഖലകളിലെ ജലാശയങ്ങൾ മുഴുവൻ തണുത്തുറയുകയും ജലജീവികളെല്ലാം ചത്തൊടുങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പം ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് കൊണ്ടാണ് മഞ്ഞുകട്ട എന്ത് ചെയ്യുന്നത്? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞുമൂടിയ ജലാശയങ്ങൾ. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, മഞ്ഞുമൂടിയ ജലാശയങ്ങളിൽ മഞ്ഞുപാളികൾക്കിടയിൽ ജലം കാണപ്പെടുന്നു. ഓക്കെ, അതിന് കാരണം എന്താണ്? ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സമുദ്രങ്ങളെ കൂടാതെ മറ്റേതെല്ലാം ജലസ്രോതസ്സുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം? നമുക്ക് അറിയുന്നതാണ്, അല്ലെ? നീരുറവകൾ, നദികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അല്ലേ? എന്താണ് കൊടുത്തിട്ടുള്ളത്? ലവണജലം 97% ലവണജലം കൊടുത്തിട്ടുണ്ട്. അതിൽ അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലമാണ് 2.67%, അല്ലെ? അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലം 2.76%, 67%. ദെൻ ശുദ്ധജലം 0.33%. ഓക്കെ, 0.33% ശുദ്ധജലം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം നമുക്ക് കാണുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഏതാണുള്ളത്? ഭൂമിയിൽ ലവണജലമാണോ ശുദ്ധജലമാണോ ഉള്ളത്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഡയഗ്രാം കാണുമ്പോൾ അറിയാം, ലവണജലമാണ് അല്ലെ. 97% ലവണജലമാണ് ഉള്ളത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലമാണ്. അപ്പോൾ ഇവിടെ അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലം 2.67% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലം എന്ന് പറയുന്നത്? ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലമാണ്. അപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലവണജലമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ജലപരിവൃത്തി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വാട്ടർ സൈക്കിൾ നോക്കാം കേട്ടോ, എന്താന്നുള്ളത്. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. നദികൾ അല്ലെ, മഴ, നദികൾ, ഭൂഗർഭജലം, തടാകങ്ങൾ, ബാഷ്പീകരണം, സമുദ്രജലം, ഘനീകരണം, സ്വേദനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജലപരിവൃത്തി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കുക. അപ്പോൾ ഇവിടെ ജലം ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ ചിത്രം നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഏതെല്ലാം തരത്തിലാണ് ജലം കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ജലസ്രോതസ്സുകളെ ഉപരിതല ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ജലസ്രോതസ്സുകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഉപരിതല ജലസ്രോതസ്സുകൾ എന്നും ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നും. ഓക്കെ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നും ഉപരിതലം. ഇവിടെ ഭൂഗർഭജലം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ സമുദ്രജലമുണ്ട്, ഭൂഗർഭജലമുണ്ട്. അപ്പം ജലസ്രോതസ്സുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവയൊക്കെയാണ് ഉപരിതല ജലസ്രോതസ്സുകൾ. ഓക്കെ, അപ്പോൾ ഉപരിതല ജലസ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവയൊക്കെയാണ് ഉപരിതല ജലസ്രോതസ്സുകൾ. ഇനി ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തായിരിക്കും ഇവയിലെ ജലനിരപ്പ്. ഓക്കെ, അപ്പോൾ ഉപരിതല ജലസ്രോതസ്സുകളുടെ ജലനിരപ്പ് എങ്ങനെയായിരിക്കും? ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തായിരിക്കും. കിണർ, കുളം, കുഴൽക്കിണർ തുടങ്ങിയവയാണ് ഭൂഗർഭ ജല സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപരിതല ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവയൊക്കെയാണ് ഉപരിതല ജലസ്രോതസ്സുകൾ. ഇവ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നായിരിക്കും ഇതിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ ആണ് കിണർ, കുളം, കുഴൽക്കിണർ തുടങ്ങിയവ. ഓക്കെ, ഇനി മണ്ണിനടിയിലെ ജലം നോക്കുക. മഴയാണ് മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത്. മഴത്തുള്ളികൾ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് കിണിങ്ങിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. മഴയാണ് എന്ത് ചെയ്യുന്നത്? മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത്. മഴത്തുള്ളികൾ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് കിണിങ്ങിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട് അല്ലെ, നിരവധി പോസ് നമുക്ക് കാണപ്പെടും. സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിതാവസ്ഥ. ഓക്കെ, മണ്ണിൽ നിറയെ സുഷിരങ്ങൾ കാണപ്പെടുന്ന അവസ്ഥയാണ് സുഷിരിതാവസ്ഥ അല്ലെങ്കിൽ പോറോസിറ്റി എന്ന് പറയുന്നത്. കളിമണ്ണ് സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഒരു ഉദാഹരണമാണ്. ഓക്കെ, കളിമണ്ണാണ് പോറോസിറ്റി ഉള്ള പദാർത്ഥത്തിന് ഉദാഹരണം. ഓക്കെ, കളിമണ്ണ്. സാധാരണ ഈ സുഷിരങ്ങളിൽ വായു നിറഞ്ഞിരിക്കും. പോറോസിറ്റി എന്ന് പറയുന്ന ഈ സുഷിരങ്ങളിൽ എന്താണ്? വായു നിറഞ്ഞിരിക്കും. മഴയിലൂടെയോ മറ്റോ ഈർപ്പം എത്തുന്നതോടുകൂടി ഈ സുഷിരങ്ങളിൽ ജലം നിറയും. മണ്ണിൽ മാത്രമല്ല ചിലയിനം ശിലകളിലും സുഷിരിതാവസ്ഥ കൂടുതലായിരിക്കും. അത്തരം ശിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടും. അപ്പോൾ മണ്ണിൽ മാത്രമല്ല സുഷിരിതാവസ്ഥ അല്ലെങ്കിൽ പോറോസിറ്റി ഉള്ളത്, ചില ശിലകളിലും കാണപ്പെടുന്നുണ്ട് പോറോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശിലകളിൽ എന്താണ്? ഏറെ ജലം സംഭരിക്കപ്പെടും. എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക. സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണിത്. ശിലകളുടെ ഈ ഗുണസവിശേഷതയാണ് പ്രവേശനീയത അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർമിയബിലിറ്റി എന്താണ് എന്നുള്ളത് നോക്കുക. എന്താണ്? സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് എന്തുണ്ടാവുക? ജലലഭ്യത ഉണ്ടാവുക. സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇടങ്ങളിൽ എന്താണ്? ജലലഭ്യത ഉണ്ടാവുന്നത്. അപ്പോൾ ശിലകളുടെ ഈ ഗുണസവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? പ്രവേശനീയത അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ജലത്തിന് ഇങ്ങനെ നീങ്ങാൻ കഴിയുന്ന ഈ ഒരു കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്.
എല്ലാ സുഷിര പദാർത്ഥങ്ങളിലും പ്രവേശനീയത അല്ലെങ്കിൽ പെർമിയബിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണമായി കളിമണ്ണിന് സുഷിരതാവസ്ഥ ഏറെയുണ്ടെങ്കിലും പ്രവേശനീയത തീരെ കുറവാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കളിമണ്ണിന് പോറോസിറ്റി കൂടുതലാണ്, പക്ഷെ പെർമിയബിലിറ്റി എന്താണ്? തീരെ കുറവാണ്. അത് ജലത്തെ ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നർത്ഥം. ഓക്കെ, കളിമണ്ണ് ജലത്തെ ഉള്ളിലേക്ക് കടത്തിവിടില്ല. പോറോസിറ്റി കൂടുതലാണ്, പക്ഷെ ജലത്തെ ഉള്ളിലോട്ട് കടത്തിവിടണമെങ്കിൽ എന്ത് വേണം? പെർമിയബിലിറ്റി വേണം. ഓക്കെ, പെർമിയബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ കളിമണ്ണ് ഉള്ളിലോട്ട് ജലം കടത്തിവിടില്ല. ഓക്കെ, മറ്റിടങ്ങളെ അപേക്ഷിച്ച് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ പെർമിയബിലിറ്റി കുറവാണ് അല്ലെ? വെള്ളം അങ്ങോട്ട് ഉള്ളിലോട്ട് കടക്കുന്നില്ല, അതാണ് വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് കാരണം. അപ്പോൾ അവിടെ പെർമിയബിലിറ്റി അല്ലെങ്കിൽ പ്രവേശനീയത, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രവേശനീയത കുറയുന്നത് കൊണ്ടാണ് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വെക്കാനുള്ള സംവിധാനം പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങുവാനുള്ള അവസരം നാം തടസ്സപ്പെടുത്തിയാൽ വേനൽക്കാലത്ത് ജലദൗർലഭ്യമായിരിക്കും ഫലം. കിണറു നിർമ്മാണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ കുഴിയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആഴം കൂടുന്തോറും പൊതുവെ മണ്ണിന്റെ നനവിന് വർദ്ധിക്കുന്നത് കാരണം എന്താണ്? വീണ്ടും ആഴം കൂട്ടിയാലോ? ശിലകളിലെ സുഷിരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലം കിണിങ്ങിറങ്ങി കുഴിയിൽ നിറയുന്നു. എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതിനാലാണ് ഈ ജലസമൃദ്ധി. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഭൂമിക്കിടയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ജലപീഠം അല്ലെങ്കിൽ വാട്ടർ ടേബിൾ എന്ന് പറയപ്പെടുന്നത്. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് എന്ത്? ഭൂഗർഭജലം അല്ലെ? ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഭൂഗർഭജലം എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇത്തരം നീരൊഴുക്കുകളാണ് ചൂടു നീരുറവകൾ. ഓക്കെ, എന്താണ്? ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലോട്ട് ഒഴുകാറുണ്ട്. ഇതിനെയാണ് ചൂടുനീരുറവകൾ എന്ന് പറയുന്നത്. ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ഇവ ധാരാളം കാണാം. മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ. ഓക്കെ, മരുപ്പച്ചകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ. മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചാണ് മരുഭൂമികളിലെ ചെറു ജനവാസ കേന്ദ്രങ്ങൾ നിലവിലുള്ളത്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അടുത്തത് അക്യൂഫറുകൾ. ഓക്കെ, അക്യൂഫറുകൾ നമുക്ക് വാട്ടർഷെഡ് മാനേജ്മെന്റ് ആണ് സിവിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷെ നമുക്കിവിടെ എന്താണ് പൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, വാട്ടർഷെഡ് മാനേജ്മെന്റ് വരുമ്പോൾ പറയാം. ഇനി അക്യൂഫറുകൾ, അക്യൂഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരുറകളാണ് അക്യൂഫറുകൾ. ഓക്കെ, മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം എന്ത് ചെയ്യുന്നു? മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അക്യൂഫറുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം അക്യൂഫറുകളിലൂടെയാണ് കിണറുകളിൽ നമുക്ക് ജലം ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കിണറുകൾ പലവിധം നോക്കുക. നമ്മുടെ നാട്ടിൽ കിണറുകൾ സർവ്വസാധാരണമാണ്. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറിലെ ജലനിരപ്പ്. ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ കിണർ കുഴിക്കുക എളുപ്പമല്ല. അത്തരം സന്ദർഭങ്ങളിൽ കുഴൽ കിണറാണ് അഭികാമ്യം. ഭൂമിക്കടിയിലേക്ക് യന്ത്രസഹായത്തോടെ പാറ തുരന്നാണ് കുഴൽ കിണർ സ്ഥാപിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ് അല്ലേ? ഇനി വിവിധ തരത്തിലുള്ള കിണറുകളെ നമുക്ക് നോക്കാം. ആദ്യത്തേത് അരിപ്പക്കിണറുകൾ. എന്താണ് അരിപ്പക്കിണറുകൾ? മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കിണറുകളാണ് അരിപ്പക്കിണറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫിൽട്ടർ പോയിന്റ് വെൽസ് എന്ന് പറയുന്നത് എന്താണ്? മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളെയാണ് നമ്മൾ അരിപ്പക്കിണറുകൾ എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടിഫിഷ്യൽ കിണറുകൾ. ഓക്കെ, ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത് എന്താണ് നോക്കുക. പ്രവേശനീയത. എന്താണ് പ്രവേശനീയത? പെർമിയബിലിറ്റി അല്ലെ? പെർമിയബിലിറ്റി തീരെ ഇല്ലാത്ത രണ്ടു ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടെന്നിരിക്കട്ടെ. ഈ ശിലാപാളിയിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന ഉപരിതലത്തിലേക്ക് എത്തും. അത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്. അതായത് പെർമിയബിലിറ്റി തീരെ ഇല്ലാത്ത രണ്ട് ശിലാപാളികൾ. ഓക്കെ, പെർമിയബിലിറ്റി ഇല്ലാത്ത രണ്ട് ശിലാപാളികൾ.
അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് പ്രവേശനീയത ഏറെയുള്ള, അതായത് പെർമിയബിലിറ്റി നന്നായിട്ടുള്ള ഒരു ശിലാപാളി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ശിലാപാളിയിലോട്ട്, അതായത് പെർമിയബിലിറ്റി കൂടിയ പാളിയിലേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ജലം എന്ത് ചെയ്യും? സമ്മർദ്ദം കൊണ്ട് ഉയർന്ന ഉപരിതലത്തിലെത്തും. അങ്ങനെയുള്ളതിനെയാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പെർമിയബിലിറ്റി തീരെയില്ല എന്ന് പറയുമ്പോൾ അതിലൂടെ ജലം ഒഴുകുന്നില്ല, അല്ലെ, കടന്നു പോകുന്നില്ല. അപ്പം അങ്ങനെ പെർമിയബിലിറ്റി ഇല്ലാത്ത 2 ശിലാപാളികളുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് പെർമിയബിലിറ്റി കൂടുതലായിട്ടുള്ള ഒരു ശിലാപാളിയുണ്ട്. ആ ശിലാപാളി കുഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് എന്ത് ചെയ്യും? ഉപരിതലത്തിലോട്ട് എത്തും. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് എന്താണ്? പെർമിയബിലിറ്റി ഇല്ലാത്ത ഇതാണ്, അല്ലേ? അപ്പോൾ പെർമിയബിലിറ്റി ഇല്ലാത്ത ശിലാപാളികളായതുകൊണ്ട് അതിലൂടെ വെള്ളം കടന്നു പോകില്ല, അപ്പുറത്തോട്ട് കടന്നു പോകില്ല. അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ സമ്മർദ്ദം കാരണം ഈ ജലം എന്ത് ചെയ്യും? ഉയർന്ന ഉപരിതലത്തിലോട്ടെത്തും. അങ്ങനെയുള്ള കിണറുകളെയാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രവേശനീയതയുള്ള ശിലാപാളിയിലേക്ക് എവിടെയോ ഒരു ഭാഗത്ത് വെള്ളത്തിന് പ്രവേശിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ജലലഭ്യത. അതുകൂടെ ഓർത്തിരിക്കാം. ഓക്കെ, ഇന്ന് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നോക്കട്ടെ. ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന സ്ഥലത്താണ് ജലം സമ്മർദ്ദത്താൽ ഉയർന്ന ഉപരിതലത്തിൽ എത്തുന്ന തരം കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായത്. അപ്പോൾ ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിൽ വന്നത് എവിടെയാണ്? ഫ്രാൻസിലെ ആർട്ടോയ്സിലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിനെ എന്ത് പറയുന്നത്? ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്, അല്ലെ? ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ആർട്ടീഷ്യൻ കിണറുകൾ വന്നത്. അതേ തുടർന്ന് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ഇത്തരം കിണറുകൾ ആർട്ടീഷ്യൻ കിണറുകൾ എന്നറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോൾ ഫ്രാൻസിലെ ആർട്ടോയ്സിലാണ് ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായിട്ട് കാണപ്പെട്ടത്. അതായത് ജലം സമ്മർദ്ദത്താൽ ഉയർന്ന ഉപരിതലത്തിൽ എത്തുന്ന തരം കിണറുകൾ ആദ്യമായി പ്രചാരത്തിൽ വന്നത് ഫ്രാൻസിലെ ആർട്ടോയ്സിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നീരുറവ. അതായത് നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് പറമ്പുകളിലും കുന്നിൻ ചെരുവുകളിലുമൊക്കെ ഉറവകൾ രൂപം കൊള്ളുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ചില സ്ഥലങ്ങളിൽ ഇത് സ്ഥിരമായി ഉണ്ടാകും, മറ്റിടങ്ങളിൽ അവ മഴക്കാലം കഴിയുന്നതോടുകൂടി വറ്റിപ്പോകും. അപ്പോൾ ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇതാണ് നീരുറവ. നീരുറവ നമുക്ക് എന്താണെന്ന് അറിയാം, അല്ലേ? ജലപീഠം എന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം എന്ത് ചെയ്യും? ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നീരുറവ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും. ഇതിനെയാണ് ചൂടുനീരുറവ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ചൂടുനീരുറവ എന്താണ് എന്നുള്ളത്, അല്ലേ? ഓക്കെ, അടുത്തത് ഗീസറുകളാണ്. ഗീസറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ എന്ന് പറയുന്നത്. എന്താണ് ഗീസറുകൾ? ഭൂമിക്കുള്ളിൽ നിന്ന് ഒരു നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ എന്ന് പറയുന്നത്. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഗീസറിന് ഉദാഹരണം ഏതാണ്? അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ എന്ന് പറയുന്നത് ഗീസറുകൾക്ക് ഒരു ഉദാഹരണമാണ്. ഇനി ഇവിടെ കാസർഗോഡൻ മേഖലയിലെ സുരംഗ കിണറുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഹൊറിസോണ്ടൽ വെൽസ്. ഓക്കെ, നോക്കുക. കുടിവെള്ള ശേഖരണത്തിനായി കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിൽ ഉപയോഗിക്കുന്ന മാർഗമാണ് സുരംഗ കിണറുകൾ. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ, നമ്മൾ സാധാരണ വെർട്ടിക്കലായിട്ടാണ് കാണപ്പെടുന്നത്, ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്നാണ് ഇവ നിർമ്മിക്കുന്നത്. കഷ്ടിച്ച് ഒരാൾക്ക് കടക്കാൻ മാത്രം വലുപ്പമുള്ള സുരംഗ അല്ലെങ്കിൽ തുരങ്ക കിണറുകളിലൂടെ വെള്ളം താനെ പുറത്തേക്ക് ഒഴുകിയെത്തും എന്നത് ഇതിൻ്റെ മേന്മയാണ്. അറേബ്യയുമായി ഉണ്ടായിരുന്ന കച്ചവട ബന്ധങ്ങളിലൂടെയാണ് ഈ വിദ്യ ഇവിടെയും എത്തിയതെന്ന് കരുതപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാസർഗോഡിലാണ് ഈ സുരംഗ കിണറുകൾ അല്ലെങ്കിൽ തുരങ്ക കിണറുകൾ ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഗീസറുകളെ കുറിച്ച് പറഞ്ഞു. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ തണുത്തു അല്ലെങ്കിൽ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ടാണ് ചൂടുനീരുറവകളും ഗീസറുകളും രൂപപ്പെടുന്നത്. അപ്പോൾ ചൂടുനീരുറവ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഗീസറുകൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അത് രൂപം കൊള്ളുന്നതിനുള്ള കാരണം എന്താണ്? ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം എന്തുമായിട്ട്? മാഗ്മയുമായിട്ട് സമ്പർക്കത്തിലാവുന്നത് കൊണ്ടാണ് ചൂടുനീരുറവകളും ഗീസറുകളും രൂപം കൊള്ളുന്നത്. ഓക്കെ, ഇനി അടുത്തത് തണ്ണീർത്തടങ്ങൾ. ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, തണ്ണീർത്തടങ്ങൾ. ഓക്കെ, അപ്പോൾ തണ്ണീർത്തടങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. +2 മെയിൻസിനും ഡിഗ്രി ലെവൽ മെയിൻസിനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ്
തണ്ണീർത്തടങ്ങൾ. ഓക്കെ, ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് എന്തെന്ന് പറയുന്നത്? തണ്ണീർത്തടങ്ങൾ. അതായത് വയലുകൾ, കുളങ്ങൾ, ചതുപ്പു നിലങ്ങൾ തുടങ്ങി എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഓക്കെ, അപ്പോൾ ഉപരിതലത്തിലുള്ള ജലം അതുപോലെ തന്നെ സംഭരിക്കപ്പെടുന്നതിനെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അറിയാം, വയലുകളിലൊക്കെ പോയി നോക്കിയാൽ കുളങ്ങളിൽ, ചതുപ്പു നിലങ്ങൾ, ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ ഉപരിതലത്തിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം എന്താണ്? തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവിടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നത്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായിട്ടുള്ള തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് താഴെ സൂചിപ്പിക്കുന്ന തരത്തിൽ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. അപ്പോൾ തണ്ണീർത്തടങ്ങൾ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ നികത്തുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു. ഓക്കെ, തണ്ണീർത്തടങ്ങൾ നികത്തുന്നതോടുകൂടി കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു. ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. ഓക്കെ, ചെറിയ മഴയിൽ പോലും എന്തുണ്ടാവുന്നു? നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. എപ്പോഴും ചോദിക്കുന്നതാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 അതൊന്ന് ഓർത്തിരിക്കുക. ഇനി മനുഷ്യനും സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു ജീവജാലങ്ങൾക്കും നിലനിൽപ്പിന് ശുദ്ധജലം കൂടിയേ തീരൂ. ജലത്തിന്റെ ഉപയോഗങ്ങൾ പട്ടികപ്പെടുത്തും. നമുക്ക് അറിയുന്നതാണ് അല്ലേ ജലത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി ജലവിഭവം നേരിടുന്ന ഭീഷണികൾ നോക്കുക. തുള്ളി കുടിപ്പാനില്ലത്രേ. നോക്കാട്ടോ, ഭൂമിയിൽ ശുദ്ധജലം തീരെ കുറവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലവണജലമാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ലഭ്യമായ ശുദ്ധജല സ്രോതസ്സുകൾ പോലും പലയിടത്തും ഇന്ന് വറ്റി വരണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ ആകെ ജലത്തിന്റെ അളവ് സ്ഥിരമാണ് അല്ലെ? ഭൂമിയിൽ ടോട്ടൽ എത്ര ജലമുണ്ട് എന്നുള്ളത് സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആളോഹരി ജലലഭ്യത കുറയുന്നു അല്ലെ? ജലത്തിന്റെ അളവ് സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? ആളോഹരി ജലലഭ്യത കുറയുന്നു. ജലത്തിന്റെ ഉപഭോഗം വർദ്ധിച്ചതും ജലലഭ്യതയെ ബാധിക്കുന്നുണ്ട്. ഇനി വെള്ളത്തിനും ATM നോക്കുക. കർണാടകത്തിലെ കനകപുരിയിലാണ് വെള്ളത്തിനും ATM ഏർപ്പെടുത്തിയത്. വരൾച്ചയെ തുടർന്ന് ഭൂഗർഭ ജലലഭ്യത കുറഞ്ഞതുമൂലമാണ് 33 കേന്ദ്രങ്ങളിലായി ഈ സൗകര്യം സജ്ജമാക്കിയത്. രാജസ്ഥാനിലും ഡൽഹി, മുംബൈ എന്നീ നഗരങ്ങളിലും ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കർണാടകത്തിലെ കനകപുരിയിലാണ് വെള്ളത്തിന് ATM രൂപപ്പെടുത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ജലമലിനീകരണം. ഇത് നമുക്ക് ഡിഗ്രി ലെവൽ മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. +2 മെയിൻസുകാർക്കും എല്ലാം തന്നെ ജലമലിനീകരണം, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്നത്. എത്രയാണ്? പ്രതിദിനം. ഓക്കെ, 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ജലമലിനീകരണത്തിന് കാരണമാകുന്നത്? നമുക്കറിയാം, മാലിന്യങ്ങൾ വ്യവസായശാലകളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും മാത്രമല്ല മറ്റു പലയിടങ്ങളിൽ നിന്നും ഗാർഹിക മാലിന്യങ്ങളും ഫാക്ടറികളിൽ നിന്നുള്ളതും അങ്ങനെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ എവിടെ എത്തുന്നുണ്ട്? നദികളിൽ എത്തുന്നുണ്ട് അല്ലേ? ഇനി ജലത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. അപ്പോൾ ജലമലിനീകരണം എന്താണ്? ജലത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. ആധുനിക ലോകം നേരിടുന്ന ഗൗരവമേറിയ പ്രശ്നമാണ് ജലമലിനീകരണം. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. മിക്ക രാജ്യങ്ങളിലും ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമായി മാറിക്കഴിഞ്ഞു. ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമം നിലവിലുണ്ട്. ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം ഏതാണ്? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ജലമലിനീകരണത്തിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജലമലിനീകരണം തടയുക എന്നത് ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ജലമലിനീകരണം ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നതോടൊപ്പം മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്കും നയിക്കുന്നു. ഇത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ജലമലിനീകരണത്തിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ജലമലിനീകരണം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇത് ജലമലിനീകരണം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ശുദ്ധജലം ലഭിക്കുന്നത് അല്ലെ? ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നു. കൂടാതെ മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിന് നയിക്കുന്നു. അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അപകടകരമാകുന്നു. ഓക്കെ,
ഇനി ഇവിടെ നോക്കുക, സ്കൂളിലെ കുടിവെള്ളം ശുദ്ധജലമാണോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുന്നതും അത് ശരിയായി അടച്ചു സൂക്ഷിക്കുന്നതുമായിട്ടുള്ള ടാങ്കുകൾ കുടിവെള്ളം സംഭരിക്കാൻ യോഗ്യമല്ല. വെള്ളം പമ്പ് ചെയ്യുന്ന ജലസ്രോതസ്സിന്റെ ശുദ്ധിയും ഉറപ്പുവരുത്തണം. ജസ്റ്റ് വായിച്ചാൽ മതി. അടുത്തത് ജലസംരക്ഷണം നോക്കുക. ഇവിടെ മുകളിൽ കുറേ പത്രത്തിന്റെ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവർ വാൽക്കിണ്ടിയുടെ കൂട്ടുകാർ, വേനൽ വറ്റു, മഴക്കുഴികൾ ജയിച്ചു, വെള്ളത്തിനായി ദ്വീപ് ചെയ്യുന്നത്. കണ്ടല്ലോ. അപ്പോൾ ജലം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഈ ഹെഡിങ്സ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. അപ്പോൾ പ്രകൃതി നമുക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാക്കുന്നുണ്ട് അല്ലെ. പ്രകൃതി നമുക്ക് വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുന്നുണ്ട്. മഴയിലൂടെ ലഭിക്കുന്ന ഈ ശുദ്ധജലം ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചാൽ നമുക്ക് ശുദ്ധജലക്ഷാമവും വരൾച്ചയും പരിഹരിക്കാം. ഒരു പരിധിവരെ വെള്ളപ്പൊക്കവും പരിഹരിക്കാൻ പറ്റും. മണ്ണാണ് ഏറ്റവും വലിയ ജലസംഭരണി. ഓരോ തുള്ളി മഴവെള്ളവും വീഴുന്ന സ്ഥലത്തു തന്നെ താഴാൻ അനുവദിക്കുകയാണ് ജലസംരക്ഷണത്തിലെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജലം സംരക്ഷിക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ സംഭരിക്കേണ്ടത് മണ്ണിൽ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി മഴവെള്ളം ശേഖരിക്കാം. വർഷം തോറും 300 സെന്റിമീറ്ററിലധികം, ഓക്കെ, വർഷം തോറും 300 സെന്റിമീറ്ററിലധികം മഴ കിട്ടുന്ന കേരളത്തിൽ വേനൽക്കാലത്തെ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. വർഷം തോറും 300 സെന്റിമീറ്ററിലധികം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എങ്കിലും അവിടെ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ കിടപ്പ്. ലഭിക്കുന്ന മഴയുടെ 70% ഇതുമൂലം വളരെ വേഗം കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. ഓക്കെ, അപ്പോൾ കിഴക്കു നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന കേരളത്തിൽ 70% മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വേഗം എങ്ങോട്ടെത്തുന്നു? കടലിലോട്ട് ഒഴുകിപ്പോകുന്നു. ഈ മഴവെള്ളത്തെ മണ്ണിൽ താഴ്ത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളായിരുന്നു വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ. എന്നാൽ മനുഷ്യന്റെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ മൂലം ഈ സ്വാഭാവിക സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു അല്ലെ. അപ്പോൾ ഈ മഴയിലൂടെ കിട്ടുന്ന ജലം നമുക്ക് സംഭരിച്ചു വെക്കാനുള്ള പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളാണ് വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ. പക്ഷേ നമ്മുടെ മനുഷ്യരുടെ ഇടപെടൽ മൂലം തന്നെ ഈ സ്വാഭാവിക സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ മഴവെള്ള സംഭരണത്തിനുള്ള സാഹചര്യം ഒരുക്കാൻ നാം ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ മഴവെള്ളം സംഭരിക്കുകയാണ് ശുദ്ധജലക്ഷാമം പരിഹരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. അത് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് മഴവെള്ള സംഭരണം? പല രീതികളിലുണ്ട്. ഒന്ന്, മേൽക്കൂര മഴവെള്ള സംഭരണം. 2, ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം. അപ്പോൾ എന്താണ് ഇത് രണ്ടും എന്നുള്ളത് നോക്കാം. മേൽക്കൂര മഴവെള്ള സംഭരണം എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികളിൽ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭജല വിതാനം ഉയർത്തുകയോ ചെയ്യാം. ഓക്കെ, കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളത്തെ എന്ത് ചെയ്യുക? സംഭരിക്കുക, അല്ലെങ്കിൽ ഭൂമിയിലോട്ട് ഇറക്കിവിട്ട് ഭൂഗർഭജല വിതാനം ഉയർത്തുകയോ ചെയ്യുന്നതാണ് എന്ത്? മേൽക്കൂര മഴവെള്ള സംഭരണം. ഇനി ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം എന്ന് പറയുന്നത് എന്താണ്? മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കുവാനും താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ സഹായിക്കും. ഓക്കെ, മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ എന്ത് ചെയ്യുന്നു? മണ്ണിനടിയിലോട്ട് താഴാനും ശേഖരിക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടു വളർത്തുക, ബഹുനില കൃഷി ചെയ്യുക, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് മഴവെള്ളം ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും പറ്റും. ഏതൊക്കെയാണ് വഴികൾ? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടു വളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഓക്കെ, ഇനി അടുത്തത് വെള്ളത്തിൻ്റെ പുനഃചംക്രമണം നോക്കുക. അടുക്കളയിലെ ഉപയോഗത്തിന് ശേഷം പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം അടുക്കളത്തോട്ടത്തിലെ വിളകൾ നനയ്ക്കാൻ ഉപയോഗിക്കാം. ഇത്തരം പ്രവർത്തനങ്ങളുടെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ അടുക്കളയിലെ ഉപയോഗത്തിന് ശേഷം പുറത്തോട്ട് ഒഴുകുന്ന വെള്ളം അടുക്കളത്തോട്ടത്തിലെ വിളകൾ നനയ്ക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് കുടിവെള്ളം മറ്റു ആവശ്യങ്ങൾക്ക് അല്ലേ, പിന്നീട് ചെടി നനയ്ക്കാനായിട്ട് കുടിവെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സസ്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ട് പ്രയോജനപ്പെടും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. ഇവിടെ ഭൂമിയിലെ ജലം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്.
ജലം അമൂല്യമാണ്, സംരക്ഷിക്കൂ നമ്മുടെ നാളുകൾ ജലസമൃദ്ധമാകട്ടെ. അപ്പം ജലത്തെക്കുറിച്ച്, ഭൂമിയിലെ ജലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ജലസ്രോതസ്സുകൾ പഠിച്ചു, ജലവിഭവം നേരിടുന്ന ഭീഷണികൾ പഠിച്ചു, ജലസംരക്ഷണ മാർഗങ്ങൾ പഠിച്ചു അല്ലേ. ഉപരിതല ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്താണ്, മലിനീകരണം, ജലദൗർലഭ്യം, കിണറുകൾ, നീരുറവകൾ, ചൂടുനീരുറവകൾ, മഴവെള്ള സംഭരണം, ഉപരിതല ജലസംരക്ഷണം, വെള്ളത്തിൻ്റെ പുനരുപയോഗം അല്ലെ, സാധാരണ കിണറുകൾ എന്താണ്, അരിപ്പ കിണറുകൾ, ആർട്ടിഫിഷ്യൽ കുഴൽ കിണറുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഭൂമിയിലെ ജലം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിവിക്സിൻ്റെ ഭാഗത്ത് വരുന്ന SCERT പാഠഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ സിവിക്സിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ നമ്മുടെ ആ ഭാഗത്ത് വരുന്ന SCERT പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി അതിൽ വരാത്ത പുറമേയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ക്ലാസ് ആയിട്ട് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളുടെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നമ്മൾ ഇതുപോലെ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്